ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കരയുമ്പോ കളിയാക്കിയിട്ട് ചിരിക്കുകയാ. കരയുകയാണോടാ ഹുബൈബ്? അവര് പരിഹസിക്കുകയാണ്. മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവര് പരിഹസിക്കുകയാ, കളിയാക്കുകയാ. മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ തൂക്കുകയറിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാ. പ്രതിഫലം എണ്ണടാ ചെറുപ്പക്കാരാ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിന്റെ മരണമാ പറയുന്നത്. നിനക്ക് അല്ലാഹു തരുന്ന മരണം എങ്ങനെയാണെന്നാ ഞാൻ പറയുന്നത്. അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ആ ഹുബൈബിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം നിനക്ക് കാണണോ? മരത്തിൽ കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറയുന്ന, ഹുബൈബേ വിളിച്ചു പറയടാ ലാ ഇലാഹ പറയടാ ഹുബൈബ്, പറയടാ ഹുബൈബ്, ഷഹാദത്ത് കലിമ വിളിച്ചു പറയടാ. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കളിയാക്കി കൊണ്ടിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേടിച്ചു പോയി മുസ്ലിമേ, പേടിച്ചു പോയടോ. കഴുകുമരത്തിൽ കിടന്ന് ഷഹാദത്ത് കലിമ വിളിച്ചു പറയുന്ന ഹുബൈബിനെ കണ്ടപ്പോ ഇടിത്തീ വീണതുപോലെ അവര് ഭയന്നു പോവുകയാണ്. വാപ്പാ, നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? രോഗം പിടിച്ചിട്ട് നീ പള്ളിയിൽ പോകുന്നവനാ, എത്ര താമസിച്ച് കിടന്നാലും നിസ്കരിക്കുന്നവനാ. അല്ല തരുന്ന പ്രതിഫലം നീ മരിക്കാൻ കിടക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട വാപ്പാ. നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ആരും നിനക്ക് വേണ്ട. ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. ആര് പറഞ്ഞു തരുമെന്നറിയോ പാപ്പാ? ആര് പറഞ്ഞു തരുമെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്കും മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാ, അസ്റായീൽ പറഞ്ഞു തരും ബാപ്പാ. പെങ്ങളെ, നിസ്കരിക്കാത്ത മകളല്ല, അല്ലാഹനെ മറന്ന് നടക്കുന്നവളല്ല നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. നീ നിസ്കരിച്ചവളാണല്ലോ, നീ ഒരു വഖ്ത് പോലും മുടക്കാത്തവളാണല്ലോ. അല്ലാഹന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും ഷഹാദത്ത് കലിമ. പറയടാ ഹുബൈബേ, പറയടാ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങൾ ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറയുകയാ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, ചിരിക്കടാ ഹുബൈബേ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ കരയുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി
ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്? ഇങ്ങോട്ട് നോക്കടാ ഹുബൈബേ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് നിന്റെ റൂഹ് പൊതിയാൻ കൊണ്ടുവന്നതാണ്. നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ പേടിക്കുന്നത്? കരയല്ലേടാ ഹുബൈബേ, കരയല്ലേടാ ഹുബൈബേ. ഉപ്പാ, നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പ ചിരിച്ചത് എങ്ങനെയാണെന്നറിയോ? സ്വർഗം കണ്ടട്ടാ വാപ്പാ. പെങ്ങളെ, ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. ഉമ്മ ചിരിച്ചുകൊണ്ട് കിടക്കാറുള്ള കാരണം വാബുസിറൂ ബിൽ ജന്ന. മലക്കുകളെ സ്വർഗം കാണിച്ചു കൊടുത്തു. ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ, ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ. ഹുബൈബിനോട് പറഞ്ഞു, ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് തങ്ങളുടെ ചിരി കാണാൻ തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്ന ഹുബൈബ് കണ്ണ് തള്ളിയിട്ടില്ല, നാവ് കടിച്ചു പിടിച്ചിട്ടില്ല, വായിലൂടെ പറയുന്നൊരയുമില്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. ഹുബൈബ് തങ്ങളുടെ കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ടാടാ. ശത്രുക്കൾ ഹുബൈബിന്റെ തല തിരിക്കാൻ നോക്കി, ഹുബൈബിന്റെ തല പിടിച്ച് തിരിക്കാൻ നോക്കി. ഹുബൈബ് തല കിബിലയുടെ നേരെ വെച്ചടാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ ജനാസ കാണാൻ, ചിരി കാണാൻ തിരക്കായിരുന്നടാ. എത്രയോ സ്വഹാബികള്, എത്രയോ ശത്രുക്കള് മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ. ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരു സ്വഹാബി പറയുകയാ, ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ഹുബൈബിന്റെ ചിരിയായിരുന്നു. എന്തൊരു ചിരിയായിരുന്നു റബ്ബേ! ഹുബൈബിന്റെ ചിരി വല്ലാത്ത ചിരിയായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം പ്രകാശിക്കുന്ന മുഖമാ. ചിരിക്കുന്ന ഒരു മുഖം തരുമടോ, പ്രകാശിക്കുന്ന ഒരു മുഖം തരുമടോ. ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച്. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ നിസ്കരിക്കുമായിരുന്നല്ലോ. രോഗം പിടിച്ച് കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ. അവർ നിസ്കരിച്ചിട്ട് വാങ്ങിച്ച പ്രതിഫലമാ അവരുടെ മുഖത്തെ പ്രകാശം. ഹുബൈബിനോട് പറഞ്ഞു, ചിരിക്കടാ. കഴുകുമരത്തിൽ ഹുബൈബ് തങ്ങളെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. റബ്ബേ, ശത്രുക്കൾക്ക് ദേഷ്യമായി, ഈ ജനാസ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ശത്രുക്കള് കാവല് നിൽക്കുകയാ. ഹുബൈബിന്റെ ജനാസ അടിക്കാൻ സമ്മതിക്കുന്നില്ല, അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? നബി തങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ, ഹുബൈബിനെ ഞാൻ കബറടക്കാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു പോവുകയാണ്. ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാണ്. കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസയ്ക്ക് അവര് കാവല് നിൽക്കുകയാണ്. ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാ, സൗന്ദര്യവതിയായ ഒരു പെണ്ണോടി വരികയാ. അവൾ ഓടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? അവര് ചോദിച്ചു, ചത്തവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? ഈ അഴുകിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ. ഹുബൈബിന്റെ
തലയോട്ടി എനിക്ക് വേണം. കള്ളൊടിച്ച് കുടിക്കാൻ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്. എനിക്കവന്റെ തലയോട്ടി വേണം. നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? ഞാൻ എന്റെ ശരീരം തരാ, ഞാൻ എന്റെ ശരീരം തരാ. അല്ലാ, സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ കയ്യിലിരുന്ന കള്ളെടുത്ത് വലിച്ചെറിഞ്ഞ് അരയിൽ കിടന്ന വാള് വലിച്ചൂരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടി ചെറുപ്പക്കാര് ഓടുമ്പോ ഈ സ്വഹാബിയുടെ പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ. സുബ്ഹാനല്ലാഹ്, മുകളിലെത്തുമ്പോ തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാ. നാലു ഭാഗത്തേക്കും ഓടുകയാ. ഒന്നും കാണുന്നില്ലടോ, ഒന്നും കാണുന്നില്ലടോ. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഉബൈബ് തങ്ങളുടെ ശരീരം കാണുന്നില്ല, ജനാസ കാണുന്നില്ല, സംഭവിച്ചതറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാണ്. കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ കാണുന്നില്ല, നബിയേ ഉബൈബിന്റെ ജനാസ കാണുന്നില്ല, നബിയേ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കി സഹാബാ, ഹുബൈബിനെ ഖബറടക്കി. ആരാ ഖബറടക്കിയത്? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം അറിയണോടാ മോനെ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം നീ മരിക്കുമല്ലോ, നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, അവസാനം താങ്ങിയെടുത്ത് വീടിനകത്ത് 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തിക്കടത്തുമല്ലോ. എന്നിട്ട് റബ്ബേ നിനക്കുള്ള ദാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങള് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ ശരീരത്ത് മുഴുവനും പഞ്ഞി വെക്കുമല്ലോ, നിന്റെ ജനാസ പൊതിയുമല്ലോ, മയ്യത്ത് കെട്ടിലെ കൊണ്ടുവന്നല്ലോ, എടുത്തു മലർത്തി കടത്തുമല്ലോ. സുബ്ഹാനല്ലാഹ്, നിലവിളിയാടാ ചെറുപ്പക്കാരാ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണല്ലോ? ജനാസ ചുമക്കുകയാ. 5 നേരം നിസ്കരിച്ച എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ, അല്ലാഹ് തരുന്ന പ്രതിഫലം കേൾക്കണോ, അല്ലാഹ് തരുന്ന പ്രതിഫലം കേൾക്കണോ. നിന്റെ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ല പെങ്ങള്, നിറയുമടാ ചെറുപ്പക്കാരാ. നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞു കവിയുകയാ. കാലുകുത്താ സ്ഥലമില്ല, സ്ഥലമില്ല. പള്ളിയും പരിസരവും പള്ളിപ്പറമ്പും റോഡ് പോലും നിറയുകയാ. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആള് വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, സൗദി അറേബ്യയുടെ ഭരണാധികാരിയല്ല. പിന്നാര് വരുമെന്നറിയോ? പിന്നാര് വരുമെന്നറിയോ? ആകാശത്ത് നിന്നും മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. ആകാശത്ത് നിന്നും മലക്കുകൾ വരികയാ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹു
അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകൾ വരുമടാ നിന്റെ ജനാസ ഖബറടക്കാൻ. പടച്ചവനെ വെറുതെ പറഞ്ഞതല്ല. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കിയതാരെന്നറിയോ? സഹാബ. എന്റെ മലക്കുകൾ ഖബറടക്കി സഹാബ. അല്ലാഹുവിന്റെ മലക്കുകൾ ഖബറടക്കിയ സഹാബിയാ. മലക്കുകൾ ഖബറടക്കിയ സഹാബിയാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. വരുമടാ ചെറുപ്പക്കാരാ, വരും ബാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. ഇതിനാ നല്ല മരണമെന്ന് പറയുന്നത്. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാതെ കണ്ണ് തള്ളി മുഖം കറുത്ത് വായിലൂടെ പതയുന്നവരെയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവനെ ഭയപ്പെടുത്തുന്ന മരണമല്ല. മരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ട്, ശഹീദിനെ പോലെ മരിക്കണ്ട്, സഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട്, കടം വീട്ടി മരിക്കണ്ട്, തൗബ ചെയ്ത് മരിക്കണ്ട്, നന്മ ചെയ്ത സമയത്ത് മരിക്കണ്ട്. അല്ലാഹുവേ, കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ടേ? തയ്യാറാകു സഹോദരാ, പരിശ്രമിക്ക സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്ബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അതുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരോടും ഒന്നേ പറയാറുള്ളൂ, സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയാനൊന്നേ ഉള്ളൂ. എവിടെ വച്ചാണെന്നറിയില്ലല്ലോ. ചിരിയും കളിയും തമാശയുമായി നടക്കുന്ന മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ നോക്കണേ. എടീ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ഒരുപാട് സുഖിക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. കുല്ലും ബ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഈ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. പൈസ ചെലവില്ലാതെ നന്നാകാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറയാം. എന്താ നന്നാകാനുള്ള വഴി? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ഒരു സഹാബി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അബൂദർ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം നബിയേ, അതുകൊണ്ട് നന്നാകാൻ എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങൾക്ക് നന്നാകണോ വാപ്പാ? നിനക്ക് നന്നാകണോ ചെറുപ്പക്കാരാ? ചെറുപ്പക്കാര് പറയും, ഉസ്താദേ, ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും ഞാൻ നടന്നു പോകും, എനിക്ക് പേടിയില്ല, എനിക്കൊന്നിനെയും പേടിയില്ല ഉസ്താദ്. പാതിരാത്രി 2 മണിയാകട്ടെ, 12 മണിയാകട്ടെ, 1 മണിയാകട്ടെ, ഏത് യക്ഷിയും പ്രേതവുമുള്ള സ്ഥലത്തുകൂടെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ എനിക്ക് പേടിയില്ലാത്തവരാ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഞാൻ നിന്നോട് ചോദിക്കുകയാ, പാതിരാത്രി 12 മണിക്ക് നീ എങ്ങും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി പഠിച്ചവനെ നാളെ രാവിലെ ഒരു കാപ്പിയെല്ലാം കുടിച്ചൊരു 10 മണിയാകുമ്പോ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലൊന്ന് പോകാൻ പറ്റുമോ ചെറുപ്പക്കാരാ? പാതിരാത്രി ഏത് ഇടവഴിയിലൂടെയും കടന്നു പോകാൻ ധൈര്യമുള്ള എന്റെ ചെറുപ്പക്കാരനോട് പറയുകയാ, പാപ്പാ, നിന്നോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ നാളെ രാവിലെ നിന്റെ പള്ളിയിൽ കടന്നു ചെന്നിട്ട് ആ പള്ളിപ്പറമ്പിൽ ഒരു കബറ് കുഴിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഏകദേശമുള്ള പള്ളിയിൽ ഒരു കബറെങ്കിലും നേരത്തെ കുഴിച്ചു വെക്കുമല്ലോ. നാളെ പകല് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ ചെന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ട്
മാറ്റിയിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നിനക്ക് ആ കബറിനകത്ത് ഇരിക്കാൻ ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്ന കബറിനകത്തൊരു 5 മിനിറ്റ് ശരീരം വിയർക്കാതെ, കൈകാല് വിറയ്ക്കാതെ, ഹൃദയമിടിക്കാതെ ഒരു 5 മിനിറ്റ് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് ഇറങ്ങിയിരിക്കാൻ ചങ്കൂറ്റമുള്ള ആരായി സദസ്സിലുള്ളത്? നീ കബറിനകത്ത് ഇറങ്ങില്ലടാ, പേടിയാടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിനക്കും പേടിയാ കബറിനകത്തിറങ്ങാൻ? ആ കബറിനകത്തിറങ്ങാൻ നിന്റെ കൈകാല് വിറയ്ക്കുമല്ലോ, അറ്റാക്ക് വന്ന് നീ അതിനകത്ത് കിടന്നു മരിക്കുമല്ലോ. ഞാൻ കബറിനകത്തിറങ്ങണമെന്ന് പറയുന്നില്ല. പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ ചെന്നിട്ട് മുകളിലിട്ടിരിക്കുന്ന ടാർപ്പയങ്ങെടുത്ത് മാറ്റിയിട്ട് കബറിന്റെ ആഴോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? പടച്ചവനെ നോക്കടാ ചെറുപ്പക്കാരാ, ആ കുടിച്ചിട്ടിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നോക്കാ ധൈര്യമുണ്ടോ? നാളെ രാവിലെ ഒരു 10 മണിക്ക് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് നിന്നിട്ട് കബറ നോക്കാ നിനക്ക് പേടിയാടാ? ധൈര്യമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. പടച്ചവനെ കാരണം എന്തെന്നറിയോ? നിന്നെ പോലെ നാട് വിറപ്പിച്ചു കൊണ്ട് നടന്ന പല കൊലകൊമ്പന്മാരും ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടടാ. അവന്റെ നെഞ്ചത്ത് നട്ടുവച്ചിരിക്കുന്ന, അവന്റെ തലയിൽ നട്ടുവച്ചിരിക്കുന്ന, അവന്റെ കബറിന് മുകളിൽ നട്ടുവച്ചിരിക്കുന്ന ചെടി നിന്നോട് പറയുകയാ, നാട് വിറപ്പിച്ചവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാടാ ഞാനിവിടെ വളർന്നു നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാ, നന്നാകണോ അബൂദറ്, നന്നാകണോ അബൂദറ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖബർ സിയാറത്ത് ചെയ്യാരാ, ഖബർ സിയാറത്ത് ചെയ്യാരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാട്. ഖബർ കണ്ടാ നിലവിളിക്കണം വാപ്പാ. വാപ്പ മരിക്കുമ്പോഴല്ല, ഉമ്മ മരിക്കുമ്പോഴല്ല, മക്കള് മരിക്കുമ്പോഴല്ല, ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബർ കണ്ടാ നീയൊക്കെ നിലവിളിക്കണമെന്നാട്. റബ്ബേ, ആ പള്ളിപ്പറമ്പിൽ പോയാ മാറുമടാ നിന്റെ കള്ളുകുടി, നിന്റെ വിചാരം, നിന്റെ എല്ലാ മോശമായ സ്വഭാവം. ആ പള്ളിപ്പറമ്പിൽ ഒരു 5 മിനിറ്റ് പോയി നിൽക്കടാ ചെറുപ്പക്കാരാ, നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കേൾക്കാമെന്ന് പെങ്ങള് ചോദിക്കുന്നു, സിറാജ് ഉസ്താദേ, ഞങ്ങളുടെ ജനാസയല്ലേ കൊണ്ടുപോകൂ, ഞങ്ങൾ എങ്ങനാ ഖബറിൽ പോകുക, ഞങ്ങൾ എങ്ങനാ ഖബറിൽ പോകുക? നിന്റെ മയ്യത്ത് കൊണ്ടുപോക്കോളും പെങ്ങള്, നീ പള്ളിപ്പറമ്പിൽ പോകണ്ട. നിനക്ക് നന്നാകണോ, സീരിയല് കാണല് മാറണോ, തലമറയ്ക്കണോ പെങ്ങള്, അഹങ്കാരവും ധിക്കാരവും മാറണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരണപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ, എല്ലാരും പോകുമല്ലോ, നീ മരണ വീട്ടിൽ പോകണേ, നീ മരണ വീട്ടിൽ പോകണേ. എന്നിട്ട് എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് ചോദിക്കണം ഉമ്മ. പടച്ചറപ്പേ,
മയ്യത്ത് കുളിപ്പിക്കാനെടുത്ത് കടത്തി കഴിഞ്ഞാൽ ആ റൂമിന്റെ അകത്ത് പോകണം പെങ്ങള്, ആ റൂമിനകത്ത് പോകണം പെങ്ങള്. നിന്നെ പോലെ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ കിടപ്പ് കാണാ പറപ്പിച്ച് നടന്ന ഞാനാണ് വലുതെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരുത്തിയുണ്ടല്ലോ, പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിക്കുന്നത് കാണാ. ആ കിടപ്പ് കണ്ടാ നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ പേടി വേണം ബാപ്പാ. മോനെ തെറ്റുകൾ ചെയ്യുമ്പോ റബ്ബിനെ പേടിക്കണേ. എത്രയോ പേര് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചല്ലോ ബാപ്പാ. കണ്ടുകുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, മയക്കുമരുന്നടിക്കുന്നവർ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, എന്ത് പറ്റിയടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിനെ പേടിയില്ലാതെ പോയില്ലോ, ഹറാമിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയല്ലേ? എന്റെ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരട്ടെ. ഒരു തുലിവെടുപ്പുള്ള പെണ്ണിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീൻ മറന്ന ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്ന ഒരു പെണ്ണ് കണ്ടപ്പോ, കൂടെ പഠിക്കുന്ന ഒരു പെണ്ണിന്റെ ചിരി കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിനെ മറന്ന യുവത്വേ, കൂടെ പഠിക്കുന്നവരുടെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാമടാ. പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എടാ പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യരുതടാ ചെറുപ്പക്കാരാ. മോനെ, കൂടെ പഠിക്കുന്ന ഒരു പെണ്ണ് നിന്റെ കയ്യിൽ പിടിക്കാൻ വരുമ്പോ, നിന്റെ ശരീരത്തെ തൊടാൻ വരുമ്പോ തുടരുത് ഹറാമാ. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. ഫണ്ടാണെന്ന് പറഞ്ഞ് കൂടെ പഠിക്കുന്നവനെ തൊടാൻ വരുമ്പോ നിന്ന് കൊടുക്കരുത് ചെറുപ്പക്കാരാ. പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ, കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ, ഊസിന് കിട്ടുമ്പോ കൂടെ കൂടല്ല ചെറുപ്പക്കാരാ. മോനെ, അല്ലാഹുവിനെ ഭയക്കണം യുവത്വമേ. അല്ലാഹുവിനെ ഭയന്നാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. നിസ്കരിക്കുന്നവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടി കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, പറയുകയാ രണ്ട് സ്വർഗം തരാ. അല്ലാഹു പറയുകയാ രണ്ട് സ്വർഗം തരാ. നിസ്കരിച്ചവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, വഅദ് പറയുന്നവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവനല്ല. അല്ലാഹു പറയുകയാ രണ്ട് സ്വർഗം തരാ. ആർക്കാണ് രണ്ട് സ്വർഗം തരാമെന്ന് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആരാടാ ഉമർ? ഇസ്ലാമിന്റെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഖലീഫ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഇഷ്ടപ്പെടണമെങ്കിൽ എത്ര യോഗ്യത വേണം ചെറുപ്പക്കാരാ? ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? പണമുള്ളത് കൊണ്ടല്ല, പവറുള്ളത് കൊണ്ടല്ല, വലിയ കുടുംബത്തിൽ പറന്നവനായത് കൊണ്ടല്ല. ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 വഖ്തും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ
ഈ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തുണ്ടാകും. യുവത്വമേ, 5 നേരം നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് വരുന്ന ചെറുപ്പക്കാരനാ. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ അവനെ സ്നേഹിച്ചത്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇശാ കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുകയാ. ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുകയാണ്. ഈ ചെറുപ്പക്കാരനെ പ്രണയിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവൾ ഒരുപാട് വഴികൾ നോക്കിയിട്ടും ഇവൻ കീഴ്പ്പെടുന്നില്ല. അവസാനം ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാ ഈ സുന്ദരിയായ പെണ്ണ്. പടച്ചവനെ, അതാ മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് യാചിക്കുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത പ്രണയമാണ്, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്തേ നീ എന്നെ പരിഗണിക്കാത്തത്? എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആ പെണ്ണ് പറയുകയാ, ആരും കാണുന്നില്ല, ഒരാളും അറിയുകയില്ല, എനിക്കൊരു ചുംബനമെങ്കിലും താടാ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരെ കരയുകയാ. എന്തിനാണ് കരഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാനൊരു വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടുപോയല്ലോ പടച്ചവരെ, ഞാൻ നരകത്തിലാണല്ലോ, ഇനി ഞാൻ നരകത്തിന്റെ വിറകാണല്ലോ. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ആരും കാണാതെ തന്റെ മാറിടത്തിനെ ചേർത്ത് വെച്ചിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നിലവിളിക്കുകയാ, റബ്ബേ ഖസറത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവരെ. ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ, ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ. ആ പെണ്ണോടി രക്ഷപ്പെടുകയാണ്. വഴിയിലൂടെ നടന്നു വരുന്നവര് നോക്കുമ്പോ ബോധമില്ലാതെ വഴിയോരത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവിടെ നിന്ന് ചുമന്നുകൊണ്ടവന്റെ വീട്ടിലേക്ക് പോകുകയാ. അവനെ ചുമന്നുകൊണ്ടവന്റെ വീട്ടിലേക്ക് ചെന്നു. ചെന്ന വാപ്പാടെ മുമ്പിൽ തന്റെ പൊന്നുമകനെ കൊണ്ടുപോയി കിടത്തി. അവിടെ നിന്ന് മുഖത്ത് വെള്ളമൊടിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ പൊന്നാര മകൻ കിടന്ന് കരയുകയാ. വാപ്പ ചോദിക്കുന്നു, എന്തേ മോനെ, എല്ലാം പോയി വാപ്പാ, ആഖിറം നഷ്ടപ്പെട്ടു വാപ്പാ, നരകത്തിന്റെ വിറക് കൊള്ളിയായി വാപ്പാ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് കയറി പിടിച്ചു വാപ്പാ. തന്റെ പൊന്നാര മകന് നടന്നത് മുഴുവനും പറഞ്ഞുകൊണ്ട് വീടിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോൻ തെറ്റ് ചെയ്തില്ലല്ലോ, എന്റെ പൊന്നുമകൻ ഒരു പാപവും ചെയ്തില്ലല്ലോ, അവൾ ഇങ്ങോട്ട് വന്ന് പിടിച്ചതല്ലേ, എന്റെ മോൻ അല്ലാഹനെ പേടിച്ച് നടക്കുന്നവനല്ലേ, എന്റെ പൊന്നുമോനൊന്നും പറ്റൂല, എന്റെ പൊന്നുമോൻ അല്ലാഹു പുറത്തു തരും. എത്ര പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ വീടിനകത്ത് കിടന്ന് കരയുകയാ. അവസാനം എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനുസരിക്കുന്നില്ല. വാപ്പായ്ക്ക് വല്ലാത്ത സങ്കടമായി. ആ സമയത്ത് പൊന്നുമകൻ പറയുന്നു, വാപ്പാ, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്, ഖലീഫയോട് ചെന്ന് മസല ചോദിക്ക്. പതിരാത്രി തന്റെ പൊന്നാര മകനെ വിടന്ന് പറയുമ്പോ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് പോകുകയാ. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവൻ നിരപരാധിയാണല്ലോ, അവൻ നിരപരാധിയാണല്ലോ. വാപ്പ വളരെ സന്തോഷത്തോടെ തന്റെ പൊന്നാര മകനോട് ഇത് പറയാ. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ചുപൊട്ടിയ
പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാ. തെറ്റുകാരനായി പോയല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ പാപിയായല്ലോ, റബ്ബിന്റെ മുമ്പിൽ വ്യഭിചാരിയെ പോലെ എന്നെ കൊണ്ടുപോകുമല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ചിന്തിച്ച് ചിന്തിച്ച് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയമായിരുന്നടാ. അവസാനം ഈ ചെറുപ്പക്കാരന്റെ ജനാസ കഫൻ പൊതിഞ്ഞ് നിസ്കരിച്ചു. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. ജനാസ കബറടക്കിയിട്ട് പിരിയുമ്പോ ഉമർ തങ്ങൾ അവന്റെ കബറിന്റെ ചാരത്തിരുന്നു. ഉമർ തങ്ങൾ അവന്റെ കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് അവന്റെ തലഭാഗത്തേക്ക് തല താഴ്ത്തി പിടിച്ചിട്ട് ഉമർ തങ്ങൾ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അവനോട് പറഞ്ഞു കൊടുത്തു, മോനെ നിനക്കൊരു സ്വർഗമല്ലടാ, നിനക്കൊരു സ്വർഗമല്ലടാ, 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. അന്ന് നിനക്ക് 2 സ്വർഗം തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് പിന്മാറണേ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറണേ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പിന്മാറണേ. അങ്ങനെ പിന്മാറിയാ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.